Next topic is Nehru Report 1928. 1928 നെഹ്റു റിപ്പോർട്ട്. ലോർഡ് ബിർക്കൻഹെഡ്, the Secretary of State, challenged the Indians to produce the constitution which would be acceptable to all the political parties in the country. ലോർഡ് ബിർക്കൻഹെഡ് നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സിനോട് ചലഞ്ച് ചെയ്തു എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നു. സോ ദ കോൺഗ്രസ് ടുക്ക് അപ്പ് ദ ചലഞ്ച്. അപ്പോൾ ഈ ചലഞ്ച് നമ്മുടെ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയും ആൻഡ് കാൾഡ് ഓൺ ആൾ പാർട്ടീസ് കോൺഫറൻസ് ടു മീറ്റ് അറ്റ് ഡൽഹി. അപ്പം നമ്മുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഈ ചലഞ്ച് ഏറ്റെടുക്കുകയും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും ഒരു കോൺഫറൻസിന് ഡൽഹിയിലൊരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുകയും ആൻഡ് സ്വരാജ് മീൻസ് സെൽഫ് റൂൾ. അപ്പം നമ്മുടെ സെൽഫ് റൂളിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. ഡ്രാഫ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. ദ കോൺഫറൻസ് മെറ്റ് അറ്റ് ഡൽഹി ഓൺ 28 ഫെബ്രുവരി 1928. അപ്പോൾ ഈ കോൺഫറൻസ് അവർ മീറ്റ് ചെയ്തത് ഡൽഹിയിൽ വെച്ചാണ്. അതായത് ഫെബ്രുവരി മാസം 28 1928. ആൻഡ് ടു വിച്ച് ആസ് മെനി ആസ് 21 ഓർഗനൈസേഷൻ സെൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ്സ്. ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ ഏകദേശം 21ഓളം സംഘടനകൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അയച്ചു. ദ കോൺഫറൻസ് ദെൻ മെറ്റ് അറ്റ് മുംബൈ. പിന്നെ അവർ മുംബൈയിൽ വെച്ച് അടുത്തൊരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്തു ആൻഡ് സെറ്റപ്പ് എ കമ്മിറ്റി ഓഫ് എ മെമ്പേഴ്സ് വിത്ത് മോത്തിലാൽ നെഹ്റു ആസ് ചെയർമാൻ ആൻഡ് ജവഹർലാൽ നെഹ്റു ആസ് ദ സെക്രട്ടറി ടു ഡ്രാഫ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടി അവരടുത്തൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. അതിൻ്റെ മെമ്പേഴ്സിൽ അതിൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റു ആസ് ദ ചെയർമാൻ ആൻഡ് ജവഹർലാൽ നെഹ്റു ആസ് ദ സെക്രട്ടറി. അപ്പോൾ ആ മീറ്റിങ്ങിൽ സെക്രട്ടറി ആയിട്ട് ജവഹർലാൽ നെഹ്റുവും ചെയർമാനായിട്ട് മോത്തിലാൽ നെഹ്റുവിനെയും അപ്പോയിൻ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടി. ദിസ് കമ്മിറ്റി ഈസ് നോൺ ആസ് നെഹ്റു കമ്മിറ്റി ആൻഡ് ദിസ് കമ്മീഷൻ ഹെൽഡ് ആസ് മെനി ആസ് 25 സിറ്റിങ്സ്. അപ്പോൾ ഈ കമ്മീഷൻ്റെ ബേസിൽ ഏകദേശം 25ഓളം സിറ്റിങ്സിൻ്റെ ബേസിൽ ഫൈനലി പ്രൊഡ്യൂസ്ഡ് ദ യുനാനിമസ് റിപ്പോർട്ട് നോൺ ആസ് നെഹ്റു റിപ്പോർട്ട്. അപ്പോൾ അവരും കൂടി ചേർന്ന് ഐകകണ്ഠേന ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ഈ റിപ്പോർട്ടിനെയാണ് നമ്മൾ നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ റെക്കമെൻഡേഷൻ ഓഫ് നെഹ്റു റിപ്പോർട്ട്. ഇപ്പം നെഹ്റു റിപ്പോർട്ടിൻ്റെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ സജഷൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ടിൻ്റെ കരട് രൂപം എന്താണ്, അല്ലെങ്കിൽ നെഹ്റു റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, അതിനെ നമ്മൾ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സജഷൻസ് എന്ന് പറയാം. ഫസ്റ്റ് വൺ, ടു ഡിക്ലെയർ ഇന്ത്യ ടു ബി എ സെക്കുലാർ സ്റ്റേറ്റ്. ഇപ്പം നമ്മുടെ ഇന്ത്യയെ ഒരു മതേതര രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്യണം വിത്ത് നോ സ്റ്റേറ്റ് റിലീജിയൻ. ഇപ്പോൾ ഇന്ത്യക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ് റിലീജിയൻ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ സെക്കുലാർ മീൻസ് വാട്ട് യു മീൻ ബൈ സെക്കുലാർ സ്റ്റേറ്റ്? ദർ ഇസ് നോ സ്റ്റേറ്റ് റിലീജിയൻ. ആൾ റിലീജിയൻസ് ആർ ട്രീറ്റഡ് ആസ് ഈക്വൽ. അപ്പോൾ ഒരു റിലീജിയനും അല്ലെങ്കിൽ ഒരു മതത്തിനും പ്രത്യേക പരിഗണന കൊടുക്കാതെ എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുക. ദാറ്റ് ഇസ് എ സെക്കുലാർ സ്റ്റേറ്റ്. അപ്പോൾ ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഒരു സെക്കുലാർ സ്റ്റേറ്റ് ആവുക ആൻഡ് ദർ ഇസ് നോ സ്റ്റേറ്റ് റിലീജിയൻ. സെക്കൻഡ് വൺ ഈസ് ഇറ്റ് പ്രൊപ്പോസ്ഡ് എ ജോയിൻറ്റ് ഇലക്ട്രേറ്റ് വിത്ത് റിസർവേഷൻ ഓഫ് സീറ്റ് ഫോർ ദ മുസ്ലിം ഇൻ ദ പ്രോവിൻസസ്. അപ്പോൾ ജോയിൻറ്റ് ഇലക്ട്രേറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിംസിന് വേണ്ടി സീറ്റ് റിസർവേഷൻ ഉണ്ടായിരിക്കണം. തേർഡ് വൺ ഈസ് ഇറ്റ് enumerated 19 ഫണ്ടമെൻ്റൽ റൈറ്റ് ഫോർ ദ പീപ്പിൾ ടു ബി എംബോഡിഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം 19 ഫണ്ടമെൻ്റൽ റൈറ്റുകൾ ഉൾപ്പെടുന്നതായിരിക്കണം. ഇറ്റ് is said that, next point, it is said that Governor General should be appointed by the Crown. ഗവർണർ ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ക്രൗൺ ആയിരിക്കണം. ആൻഡ് ബട്ട് ഷുഡ് ബി പെയ്ഡ് ഫ്രം ഇന്ത്യൻ റവന്യൂ. പക്ഷേ ശമ്പളം കൊടുക്കേണ്ടത് ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് ആയിരിക്കണം. അടുത്ത നെക്സ്റ്റ് വൺ, ദ റിപ്പോർട്ട് പ്രൊവൈഡഡ് ഫോർ എ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ അറ്റ് ദ സെൻറ്റർ. ഇപ്പോൾ സെൻറ്ററിൽ ഒരു ബൈക്യാമറൽ മീൻസ് ഡ്യുവൽ, ദാറ്റ് ഈസ് സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്.
അപ്പോൾ ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അടുത്ത 6th വൺ, ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ അപ്പർ ഹൗസ് ഈസ് ടു ബി 7 ആൻഡ് ദാറ്റ് ഓഫ് ദ ലോവർ ഹൗസ് ഈസ് ടു ബി 5. അപ്പർ ഹൗസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 7 വർഷമായിരിക്കണം. ലോവർ ഹൗസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 വർഷമായിരിക്കണം. അടുത്ത 7th വൺ, ഇറ്റ് അഡ്വക്കേറ്റഡ് ദ ക്രിയേഷൻ ഓഫ് പ്രോവിൻസസ് ഓൺ ദി ലിംഗ്വിസ്റ്റിക് ബേസ്. ഓരോ പ്രോവിൻസുകളും അല്ലെങ്കിൽ പ്രവിശ്യകളും ക്രിയേറ്റ് ചെയ്യുന്നത് ലാംഗ്വേജിൻ്റെ ബേസിലായിരിക്കണം. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡഡ് ഫോർ എ സുപ്രീം കോർട്ട് വിച്ച് വാസ് ടു ബി എ കോർട്ട് ഓഫ് ഫൈനൽ അപ്പീൽ ഇൻ ഇന്ത്യ. അപ്പം നമ്മുടെ ഫൈനൽ കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് തന്നെ ആയിരിക്കണം. അടുത്ത നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി വാസ് റെക്കമെൻഡഡ് ആൻഡ് ആഡിങ് ദാറ്റ് the government power should be divided between center and the provinces on the basis of federal structure. ഇപ്പം നമ്മുടെ കംപ്ലീറ്റ് ഓട്ടോണമി മീൻസ് സ്വയം പര്യാപ്തമായിരിക്കണം. എന്നുവെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണെങ്കിലും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു ഓട്ടോണമി പ്രൊവൈഡ് ചെയ്തിരിക്കണം. അടുത്ത നെക്സ്റ്റ് വൺ, ദ ഗവർണർ വെയർ ടു ബി അപ്പോയിൻറ്റഡ് ബൈ ദ ക്രൗൺ. ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ക്രൗൺ ആയിരിക്കണം. ബട്ട് ദ ഗവർണർ വാസ് ടു ആക്ട് ആസ് എ ചീഫ് മിനിസ്റ്റർ. ആ ഗവർണറാണ് ചീഫ് മിനിസ്റ്ററായിട്ട് ആക്ട് ചെയ്യേണ്ടത്. അടുത്ത ലാസ്റ്റ് വൺ, ദ മെമ്പേഴ്സ് വെയർ ടു ബി ഇലക്റ്റഡ് ബൈ ഡയറക്റ്റ് വോട്ട്. ഇനി എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ ഇലക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് വോട്ടിൻ്റെ ബേസിലായിരിക്കണം. ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നെഹ്റു റിപ്പോർട്ട് ഓർ റെക്കമെൻഡേഷൻ ഓഫ് നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, 14 points of Muhammad Ali Jinnah. In a meeting of Muslim League held in the year 1929 in Delhi. 1929 മുസ്ലിം ലീഗ് ഒരു മീറ്റിംഗ് ഡൽഹിയിൽ കണ്ടക്ട് ചെയ്തു. ജിന്ന repudiating the Nehru report emphasized the need for a vigorous movement for the protection of Muslim community. അപ്പോൾ ഈ മീറ്റിങ്ങിൽ വെച്ച് മുഹമ്മദ് അലി ജിന്ന ഒരു വൈഗ്രസ് മൂവ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി. ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉന്നമനം അല്ലെങ്കിൽ അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഒരു വൈഗ്രസ് മൂവ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ജിന്ന ആൾസോ പുട്ട് ഫോർവേഡഡ് ദ 14 പോയിന്റ് ആർ ആസ് ഫോളോസ്. അപ്പോൾ അദ്ദേഹം ഈ മീറ്റിങ്ങിൽ പ്രധാനമായും 14 റെക്കമെൻഡേഷനുകൾ 14 സജഷൻസാണ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ആ 14 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ആർ ആസ് ഫോളോസ്. നമ്പർ 1, ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഷുഡ് ബി ഫെഡറൽ ഇൻ ഫോം. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫെഡറൽ ആയിരിക്കണം. ഫെഡറൽ മീൻസ് ഡ്യുവൽ ആയിരിക്കണം, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആയിട്ട്. എ യൂണിഫോം മെഷർ ഓഫ് ഓട്ടോണമി ഷുഡ് ബി എൻഫോഴ്സ്ഡ് ഇൻ ആൾ പ്രോവിൻസസ്. എല്ലാ പ്രവിശ്യകൾക്കും ഒരേപോലുള്ള സ്വയം പര്യാപ്ത അവകാശം ഉണ്ടായിരിക്കണം. There should be an adequate and effective representation of minorities in every provinces. ഓരോ പ്രോവിൻസസിലും ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് മൈനോറിറ്റി വിഭാഗത്തിൻ്റെ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രതിനിധികൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഇൻ ദ സെൻട്രൽ ലെജിസ്ലേച്ചർ ദ മുസ്ലിം റെപ്രസെൻറ്റേഷൻ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1/3. അതായത് 1/3 എന്ന് വെച്ചാൽ സെൻട്രൽ ലെജിസ്ലേച്ചറിൽ 1/3 അല്ലെങ്കിൽ 1/1 പറയുന്നത് മുസ്ലിം റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, കമ്മ്യൂണൽ ഗ്രൂപ്പ് ഷുഡ് ബി റെപ്രസെൻറ്റഡ് ബൈ മീൻസ് ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അറ്റ് പ്രസൻറ്റ്. അതുപോലെ തന്നെ ഓരോ കമ്മ്യൂണിറ്റിക്കും സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ദ ടെറിട്ടോറിയൽ റീഡിസ്ട്രിബ്യൂഷൻ ഷുഡ് നോട്ട് ഇൻ എനി വേ അഫക്റ്റ് ദ മുസ്ലിം മെജോറിറ്റി. ഇപ്പം ടെറിട്ടറികൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും മുസ്ലിം സമുദായത്തെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. ഫുൾ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ലിബർട്ടി ഷുഡ് ബി ഗ്യാരണ്ടീഡ് ടു ആൾ കമ്മ്യൂണിറ്റീസ്. എല്ലാ സമുദായത്തിലുള്ളവർക്കും പൊളിറ്റിക്കൽ ലിബർട്ടിയും റിലീജിയസ് ലിബർട്ടിയും ഉണ്ടായിരിക്കണം. നോ ബിൽ ഓർ റെസൊല്യൂഷൻ ഷുഡ് ബി പാസ്ഡ് ദാറ്റ് മൈറ്റ് ബി ഇൻജൂറിയസ് ടു എനി ഓഫ് ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഏത് ബില്ല് പാസ്സാകുന്നോ അല്ലെങ്കിൽ ഒരു ബില്ല് പോലും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബില്ലുകൾ പാസ്സാക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിയമം കൊണ്ടുവരാൻ പാടില്ല. സിന്ധ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം ബോംബെ പ്രസിഡൻസി. ബോംബെ പ്രസിഡൻസിയിൽ നിന്നും സിന്ധ് മാറ്റിയിരിക്കണം അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കണം. റിഫോം ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസസ്.
ഇപ്പോൾ റിഫോംസുകൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ദ മുസ്ലിം ഷുഡ് ഗെറ്റ് ആൻ ആഡിക്വേറ്റ് ഷെയർ ഇൻ ദ ഗവൺമെൻറ്റൽ സർവീസ് ആൻഡ് ആൾസോ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ്. അപ്പോൾ അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് ആഡിക്വേറ്റ് ഷെയർ ഉണ്ടായിരിക്കണം എവിടെയൊക്കെ? ഗവൺമെൻറ് സർവീസിലും അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിലും. അതായത് ഗവൺമെൻറ് സർവീസിൽ അവർക്കൊരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അവർക്ക് മതിയായ രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിക്ക് എത്ര പെർസെൻറ്റേജ് ജോലി സ്ഥിരത ഉറപ്പുവരുത്തിയിരിക്കണം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഇൻക്ലൂഡ് ദ പ്രൊവിഷൻ ആഡിക്വേറ്റ്ലി സേഫ് ഗാർഡിങ് ദ മുസ്ലിം കൾച്ചർ ആൻഡ് ലേണിംഗ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മുസ്ലിങ്ങളുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ സംസ്കാരം സേഫ് ഗാർഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊവിഷൻസ് ആയിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. In all the provincial and central cabinet, Muslim ministers should be taken in at least in the proportion of 1/3. അതുപോലെ തന്നെ മുസ്ലിം മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ക്യാബിനറ്റിൽ 1/3 ഉണ്ടായിരിക്കണം. കാരണം മൂന്നിൽ ഒരാൾ മുസ്ലിം ആയിരിക്കണം. അടുത്തത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. Simon Commission, Constitution of Nehru Report. സത്യാഗ്രഹം. In the midst of the anti-Simon Commission agitation that Lahore Congress met 19th December 1929, the Congress was presided over by Jawaharlal Nehru. The Lahore Congress passed a historic resolution declaring Purna Swaraj, that is full independence, as the goal of the Congress. As the goal of the Nehru hoisted the tricolor in 1929 flag on the banks of river Ravi, and the midst of 30th 1929
In order to popularizing the new goal of the Congress Working Committee asked the members on observer 26 January 1913 as an Independence Day and take a pledge not to submit to the British rule any longer. The Independence Pledge prepared by Gandhiji and read out in innumerable meetings all over India and denounced the British for having ruined India economically, politically, culturally and spiritually, and asserted that it was a client against man and God to submit to such a rule and called for civil disobedience, including non-payment of taxes, Sat Satyagraha, etc. Sat Satyagraha ഇല്ലല്ലേ. Civil disobedience movement Dandi March